ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇവളെന്താ സ്വർണ്ണെടുത്ത് കിളവിയെ കാണിക്കുന്നത്? അമ്മേ, എന്തായാലും ഭാഗ്യമുണ്ട്. ഈ സ്വർണ്ണ എന്നെ ഏൽപ്പിച്ച കാര്യം പ്രകാശേട്ടൻ അറിഞ്ഞിട്ടില്ല. എന്റെ സ്വർണ്ണെടുത്ത് ഇതുവരെ നോക്കിയിട്ടുമില്ല. നിന്റെ കയ്യിലിരിക്കുമ്പോ ഇതൊക്കെ സുരക്ഷിതമായിരിക്കുമെന്ന് എനിക്കറിയാം മോളെ. ഇതൊക്കെ ഇട്ടോണ്ട് നടന്നാല് തേയ്മാനം വരുമെന്നാ പ്രകാശേട്ടൻ കൂടെ കൂടെ പറയുന്നേ. അവനെ അത്ര കുറ്റമൊന്നും പറയണ്ട. വീട് പണി സമയത്ത് കാശിന് ബുദ്ധിമുട്ട് വന്നപ്പോ പോലും അവൻ ഒരു തരി സ്വർണം പോലും എടുത്തില്ലല്ലോ. അമ്മ ഈ സ്വർണത്തിന് വില കൂടുന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ദിവസം ഓരോ കണ്ണിയെങ്കിലും കൊണ്ടുപോയി വിറ്റേനെ. ഇതൊക്കെ അച്ഛന്റെ ബുദ്ധിയാ, സമ്മതിക്കണം. മാധവേട്ടൻ പറഞ്ഞതുപോലെ ചെയ്തത് ഇപ്പൊ എത്ര നന്നായി നോക്കി. കൊള്ളാം. തന്ത സേതുരാമയ്യർ CBI, കൂട്ടിനെന്റെ കെട്ടിയോളും. ഈ പ്രകാശൻ എന്താണെന്നേ കാണാൻ പോണേയുള്ളൂ. മോളെ, മീനാക്ഷി, എനിക്കൂടെ ചെയ്യാൻ എന്തെങ്കിലും ജോലി ബാക്കി വെച്ചേക്കണേ. സുചിത്രേച്ചി ഇത്രയും കാലം ജോലിയൊക്കെ ചെയ്തല്ലേ, ഇനി കുറച്ചു നാള് ചേച്ചി റെസ്റ്റ് എടുക്ക്, ഞാൻ ജോലിയെല്ലാം ചെയ്തോളാം. എന്നിങ്ങനെ സുഖിപ്പിക്കാൻ ഞാൻ നിന്റെ അമ്മായിയമ്മയല്ല. മീനാക്ഷിയെ കാണാതെ ഒരാൾ അവിടെ കിടന്ന് കഷ്ടപ്പെടുക. ജഗത. ശരിയാ മീനാക്ഷി, എന്റെ അമ്മ ഒരു ദിവസം 10 പ്രാവശ്യമെങ്കിലും നിന്റെ കാര്യം തിരക്കും. സങ്കടപ്പെടണ്ട, അമ്മ നാളെ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. മോളെ, സന്തോഷം കൊണ്ടായാലും സങ്കടം കൊണ്ടായാലും ഇനി നിന്റെ കണ്ണീര് ഈ വീട്ടിൽ വീഴരുത്. നിന്റെ ഈ മഞ്ഞച്ചരട് മാറ്റണ്ടേ? പൊന്നിലൊരു മാല പണിയിച്ചിടണ്ടെന്നല്ലേ അമ്മ ചോദിച്ചത്. ഈ മഞ്ഞച്ചരട് അതിനേക്കാളൊക്കെ വിലയാ അമ്മേ, എന്റെ ജീവന്റെ വില. മരണത്തിൽ നിന്ന് രക്ഷിച്ച മഞ്ഞച്ചരടാ. മാനത്തെ കൊട്ടാ